ശക്തൻ ദൈവാനുഗ്രഹത്താൽ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിലായിരിക്കുന്നുകൊണ്ടും ഇന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് വിജയൻ. ഹായ് വിജയൻ മാഷേ. ഹായ് 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 വിജയൻ മാഷേ. ഹായ്. നമ്മുടെ സുബോധ പുസ്തക വിശകലനമാണ് ഏകദേശം തീരാനായിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഷിബു ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. ഞാൻ നോക്കി. അത് നമ്മുടെ ഇതിലില്ല, ഏത് മലയാള പരിഭാഷയിലില്ല, ഇംഗ്ലീഷ് വേർഷനിലാണ് ഉള്ളത്. ഏതായാലും നമുക്ക് അതിൻ്റെ അകത്ത് തീരാനുള്ള ഒന്ന് രണ്ട് സംഗതികൾ കൂടി ഉണ്ട്. അപ്പൊ അതില് ഒന്ന്, നമ്മൾ ജീവിതകാലം മുഴുവനും ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യത്തിന്റെ നല്ലൊരു വിശകലനമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ പ്രോഗ്രാമിന്റെ കാതലായ ഒരു വശമാണ്, ഒരു ഭാഗമാണ് മീറ്റിങ്ങുകൾ. ആശയങ്ങളല്ല. ആശയങ്ങൾ നമുക്ക് വേണമെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടും. പക്ഷെ ആശയങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ അത് വേറെ ഒരു ലെവൽ. അതായത് രണ്ട് കാര്യമുണ്ട് ഈ ഒരു എന്താ പറയാ, പഠനത്തില് സ്റ്റഡി ഉണ്ട്, ലേണിംഗ് ഉണ്ട്. ഈ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിക്കാം, അതുപോലെ ഈ വീഡിയോസ് കാണാം, വാട്സപ്പിലെ മെസ്സേജുകൾ വായിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം, പഠിച്ചെടുക്കാം. അതാണ് പഠനത്തിന്റെ ഒരു രീതി. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചതും മിക്കവാറും സ്റ്റഡിയാണ്. എന്നാൽ ഈ സ്റ്റഡിയുടെ തന്നെ വേറൊരു ഭാഗമുണ്ട്, ലേണിംഗ്. അത് രണ്ടിന്റെയും മലയാളത്തിലെ അർത്ഥം എനിക്ക് തോന്നുന്ന ഒരേ വാക്കാണ്, പഠിക്കുക എന്നാണ്. സ്റ്റഡി ചെയ്യുക എന്ന് പറഞ്ഞാലും പഠിക്കുകയാണ്, ലേണിംഗ് എന്ന് പറഞ്ഞാലും പഠിക്കുകയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ രണ്ട് വാക്ക് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലേണിംഗ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളലാണ്. അപ്പൊ ഈ ഉൾക്കൊള്ളണമെങ്കിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ ഒരു മാനസാന്തരം സംഭവിക്കുള്ളൂ. ഉൾക്കൊള്ളല് നമ്മുടെ ബോധ മനസ്സിലല്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് വരികയും അത് നമ്മളുടെ പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യും. പ്രവൃത്തിയിലേക്ക് വന്നാൽ മാത്രമേ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ആ ആശയം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അത് അറിവിന്റെ തലത്തിൽ നിൽക്കും. എത്രയോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, സ്റ്റഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അറിവിന്റെ തലത്തിലുണ്ടാവുന്നത്. നമുക്കത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ അത് ഞാൻ പാലിക്കണമെങ്കിൽ ഞാൻ അത് ലേൺ ചെയ്യണം, ഞാൻ ഉൾക്കൊള്ളണം. ഈ ഉൾക്കൊള്ളണമെങ്കിൽ അത് നമ്മളുടെ മനസ്സിൽ ഒരു പ്രോസസ്സ് നടക്കണം. കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ ആണെങ്കിൽ അത് ഉള്ളിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ ശരിക്കും ലേൺ ചെയ്തതാണ്, നീന്തൽ ലേൺ ചെയ്തതാണ്, പാചകം ലേൺ ചെയ്തതാണ്. അത് അങ്ങനെ ലേൺ ചെയ്ത ഒരു കാര്യം നമ്മൾ പിന്നീട് മറന്നു പോവില്ല. എന്നാൽ സ്റ്റഡി ചെയ്ത കാര്യങ്ങൾ നമുക്ക് നാളെയോ മറ്റന്നാളോ കഴിഞ്ഞ് ചോദിച്ചാൽ നമ്മളത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ലേൺ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്. നമ്മൾ മനസ്സിലാക്കിയതും ആയ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് നമ്മൾ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പങ്കുവെച്ചിട്ട് അത് വിലയിരുത്തുക. അത് വിലയിരുത്തിയിട്ട് വീണ്ടും നമ്മൾ പ്യൂരിഫൈ ചെയ്യുക, മെച്ചപ്പെടുത്തുക. അങ്ങനെ ചെയ്യുക, വിലയിരുത്തുക, മെച്ചപ്പെടുത്തുക, ചെയ്യുക, വിലയിരുത്തുക, മെച്ചപ്പെടുത്തുക. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി മാറുക, പുതിയ ഒന്നിലേക്ക് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. ഒരു പരിവർത്തനം, മാനസാന്തരം എന്നൊക്കെ പറയുന്ന പോലെ മാനസിക പരിവർത്തനം സംഭവിക്കണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ പലരും ചോദിക്കുന്ന ചോദ്യം, ഞാൻ ഈ പഠിക്കാൻ വേണ്ടി പോവുക, ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി പോവുക അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോവുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു കേൾവിക്കാരനായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ അത് പഠിക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റഡിയാണ് ചെയ്യുന്നത്, ലേൺ ചെയ്യല്ല.
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ലേൺ ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു പ്രയോജനം നമുക്ക് ബോധ്യമാവുള്ളൂ. അല്ലാത്ത ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനിപ്പോൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ മീറ്റിങ്ങിലൂടെ പോകേണ്ട കാര്യമുണ്ടോ? അത് ഈ പുസ്തകം വായിച്ചാൽ എനിക്ക് കിട്ടില്ലേ? ഈ അറിവ് കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് പോകുന്നതെന്ന് വിചാരിക്കുന്നവരാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ജീവിതകാലം മുഴുവനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? തീർച്ചയായും വേണ്ട. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ. ഞങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുതൽ കൂടുതലായി ഈ കൂട്ടായ്മകൾ ആസ്വദിക്കുന്നു. അത് ഒരു വലിയ പോയിന്റാണ്. ഈ കൂട്ടായ്മ ആസ്വദിക്കുക എന്നുള്ളതാണ്. ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? ആസ്വദിക്കണമെങ്കിൽ ഇത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളിത് എൻജോയ് ചെയ്യുക. അതുകൊണ്ട് അതൊരു കടമ എന്നുള്ളതിനേക്കാൾ ഉപരി സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊരു കടമയായി മാറുന്നത് ഈ സ്റ്റഡിയാണ്. സ്റ്റഡി ചെയ്യുന്ന കേട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാർ, ഓ അയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയാളുടെ ഷെയറിങ് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഉള്ള ചിന്തയുള്ള ആൾക്കാർ അവർ പറയും മറ്റേ ആളുടെ ഷെയറിങ് അല്ലേ, അത് ഞാൻ കേട്ടിട്ടുള്ളതാ. ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ഥലത്ത് സ്പീക്കർ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ വിജയമാഷാണോ, വിജയമാഷ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കേട്ട് പഠിക്കാനാണ് പോണതെന്ന് വിചാരിക്കുന്നവരാണ് അത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നത്. അങ്ങനെ ഒരേ ടീമാണ് ഒരു മീറ്റിങ്ങിൽ എത്തുക. ഒരു അവരുടെ ഹോം ഗ്രൂപ്പിൽ മിക്കവാറും എത്തിച്ചേരുന്നത് ഒരേ ആൾക്കാരായിരിക്കുമല്ലോ. ഈ ഒരേ ആൾക്കാരാണ് എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും കയറി നിന്ന് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വർഷങ്ങളായി ഒരേ മീറ്റിങ്ങിലുള്ള ഒരേ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ അത് അയാളുടെ ഷെയറിങ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് അതുകൊണ്ട് എനിക്കത് ബോറടിക്കുന്നു. ബോറടിക്കാതിരിക്കണമെങ്കിൽ അത് ആസ്വാദന തലത്തിലേക്ക് മാറിയിട്ടില്ലെങ്കിൽ അത് ബോറടിക്കും. ആസ്വാദന തലത്തിലേക്ക് മാറണമെങ്കിൽ ആ കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ അത് പ്രയോഗിച്ച് നോക്കി അത് മെച്ചപ്പെടുത്തി അത് വീണ്ടും ഷെയർ ചെയ്ത് മെച്ചപ്പെടുത്തുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ഈ നല്ല കാര്യമാണെന്ന് പറയുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണ് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നാം എല്ലാവരും സ്ഥിരമായി ആഹാരം കഴിക്കുകയും കുളിക്കുകയും ശ്വാസോച്ഛ്വാസം ചെയ്യുകയും പല്ല് തേക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ദശലക്ഷക്കണക്കിന് ആളുകൾ നിരന്തരമായി ഓരോ വർഷവും തൊഴിലെടുക്കുകയും വായിക്കുകയും കളികൾക്കും മറ്റും വിനോദങ്ങൾക്കും പോവുകയും ക്ലബ്ബുകൾ സന്ദർശിക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ കൂട്ടായ്മകൾ ആസ്വദിക്കുകയും അതിൽ നിന്ന് നമ്മൾക്ക് പ്രയോജനം സിദ്ധിക്കുകയും നമ്മളുടെ മറ്റ് ജീവിത മേഖലകൾ സന്തുലനാവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ മീറ്റിങ്ങിലെ നമ്മളുടെ നിരന്തരമായ പങ്കെടുക്കൽ എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണെന്ന് പറയാൻ കഴിയില്ല. വളരെ കൃത്യമായ ഒരു പോയിന്റാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെയുള്ള ഒരു ചെയ്ത്താണ് ഞാൻ എല്ലാ ജീവിത മേഖലകളും സന്തുലനാവസ്ഥയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ മീറ്റിങ്ങിൽ നമ്മളുടെ നിരന്തരമായ പങ്കെടുക്കലുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത് പറയുന്നത് എങ്കിലും ഞങ്ങളിൽ ഭൂരിഭാഗം ആളുകളും പിൽക്കാലത്തേക്കാൾ കൂടുതൽ പതിവായി മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത് സുബോധത്തിന്റെ ആദ്യ വർഷങ്ങളിലാണ്. ദീർഘകാല സൗഖ്യത്തിനായുള്ള ശക്തമായ അടിത്തറ സൃഷ്ടിക്കാൻ അത് സഹായിക്കുന്നു. ആദ്യകാലങ്ങളിൽ 90 ദിവസം തുടർച്ചയായി മീറ്റിങ്ങിന് പോയവരുണ്ട്, ആഴ്ചയിൽ 5-6 മീറ്റിങ്ങിന് പോയവരുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ മീറ്റിങ്ങുകൾ മിക്കവാറും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരാഴ്ചയിൽ 1-2 മീറ്റിങ്ങിൽ, അതായത് 1 മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന മിക്കവാറും ഗ്രൂപ്പുകൾ നടത്തുന്നു. ഒരു നവാഗതൻ പതിവായി ഒരു മീറ്റിംഗിലെങ്കിലും പങ്കെടുക്കുന്ന സ്വഭാവം വളർത്തിയെടുക്കുകയും മറ്റ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ നില വളരെ മെച്ചമായിരിക്കുമെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. എല്ലാ ദിവസവും പങ്കെടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ
ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം പങ്കെടുക്കുകയാണെങ്കിൽ, പല പല മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ഈ ദിവസങ്ങളിലൊക്കെ ഈ ഇതൊരു മെയിൻ സംഭവമായിട്ട്, ഇതൊരു പ്രധാന സംഭവമായിട്ട് എടുക്കുക. മീറ്റിങ്ങിൽ കേൾക്കുന്ന കാര്യങ്ങൾ, അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, അത് പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം എടുത്ത് അത് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് അയാൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ അയാളുടെ നില വളരെ മെച്ചമായിരിക്കുമെന്നാണ് പരക്കെ പറയപ്പെടുന്നത്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ നവാഗതന് ഇത് അവസരം നൽകുന്നു. ഞാൻ പുതിയ ആളാണെങ്കിൽ, ഞാനൊരു മീറ്റിങ്ങിൽ ചെന്ന്, ആ മീറ്റിങ്ങിൽ ചെന്ന് ആരും പറയുന്നത് പോലെ അല്ല ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ സ്വന്തമായി ഒരു ഫിലോസഫി ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് ഒരു രൂപരേഖ തയ്യാറാക്കി എടുക്കാൻ ഒരു നവാഗതന് കുറേ സമയമെടുക്കും. കാരണം ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്ന ആ ജീവിത രീതിയല്ല ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ടത്. നമ്മൾ മറ്റൊരു ജീവിത രീതി, പുതിയ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ ആ പോക്കില് എന്തെല്ലാം പ്രതിസന്ധികള്, പ്രയാസങ്ങള് ഒക്കെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയുകയും അതിനെ മറികടക്കാനുള്ള ഒരു രീതിശാസ്ത്രം സ്വയം, മറ്റൊരാൾ ചെയ്ത് പണി ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെതായ വേർഷനിൽ ഒരു ഒരു രൂപരേഖ തയ്യാറാക്കാനും ഓരോരുത്തർക്കും കഴിയുന്നത് വരെ നമ്മൾ ഈ സ്ഥിരമായി മീറ്റിങ്ങിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നവാഗതൻ നടത്തി കഴിഞ്ഞാൽ, കൂടാതെ പ്രശ്ന മദ്യപന്റെ ജീവിതത്തിന് ഇത് മുഖാന്തരം ഒരു ക്രമം ലഭിക്കുകയും അത് മദ്യപാനത്തെ നേരിടാൻ സഹായകരമാവുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാലം മദ്യപാനത്തിന്റെ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയത് ഒരു ക്രമരഹിതമായ ജീവിതമാണ്, ക്രമമില്ലാത്തൊരു ജീവിതമാണ്. അപ്പൊ ജീവിതം ക്രമപ്പെടുത്തി എടുക്കണമെങ്കിൽ എളുപ്പമുള്ള കാര്യമല്ല. കുറേ വിശ്വാസങ്ങളും കുറേ ധാരണകളും കുറേ കാഴ്ചപ്പാടുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഒരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. ആ ജീവിത രീതി നിന്ന് മാറി പുതിയൊരു ജീവിത രീതിയിലേക്ക് മാറണമെങ്കിൽ അത്ര എളുപ്പം സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു ഓരോ സമയത്തും ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഒരു 10-30 പോയിന്റുകൾ പറയുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ സമയത്തും ഓരോ വികാരങ്ങൾ വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യണം, സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം, കുടിക്കുന്ന സഭയിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, ടെൻഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധി വരുന്ന സമയത്ത് മദ്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ആദ്യം വരിക. അപ്പൊ അവിടെയൊക്കെ മദ്യപിക്കാതെ ഇരിക്കുക, ബലം പിടിച്ച് മദ്യപിക്കാതിരിക്കുക എന്നുള്ളതിനപ്പുറത്ത് സ്വതന്ത്രമായി മദ്യപാനത്തിലേക്ക് ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന തലത്തേക്ക് ഞാൻ മാറി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ആ സമയം നമ്മൾ ഈ മീറ്റിങ്ങിലാണ് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും പറയാം, എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞാനിപ്പോൾ മദ്യപിക്കാറില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യം കിട്ടും. മറ്റൊന്ന്, നമുക്ക് ഒരു ശക്തിയാണ് കൂട്ടായ്മ, ഒരു പവറാണ്. എത്രയോ പേര് വലിയ ശക്തിയായിട്ട് കാണുന്നത് മീറ്റിങ്ങിനെ കാണുന്നവരുണ്ട്. ദൈവത്തെ കാണുന്നത് പോലെ തന്നെ മീറ്റിംഗ് ആണ് എൻ്റെ ശക്തി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാൻ എന്തെല്ലാം ഒഴിവ് കഴിവുകൾ സ്വയം ഉയർന്നു വന്നാലും ആദ്യകാലങ്ങളിൽ മുടങ്ങാതെ അവയിൽ പങ്കെടുക്കുക എന്നത് അത്യധികം സുപ്രധാനമായ കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സുപ്രധാനമായ കാര്യമാണ്. കാരണം ആദ്യകാലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ചുവട് വെച്ച് വരും സമയത്ത്
ഈ ചുവട് തെറ്റാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു കാലമാണ് ഈ എയിലേക്ക് വന്ന ആദ്യകാലം. അവിടെ ചെല്ലുമ്പോഴേക്കും ഞാൻ 4 മീറ്റിങ്ങിൽ പോകുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ പഠിച്ചു, ഇനി എനിക്ക് ഒറ്റയ്ക്കാവും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അവർ പഠിച്ചിട്ടുണ്ടാവും, സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും, പക്ഷെ സാധ്യമാവില്ല. അതുകൊണ്ട് പറയുന്നു, കുടിക്കാൻ നമ്മൾ കാണിച്ചിരുന്ന ശുഷ്കാന്തി മീറ്റിങ്ങിൽ പങ്കെടുക്കാനും കാണിക്കേണ്ടതുണ്ട്. കുടിക്കാൻ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതേ ഇൻട്രസ്റ്റ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കാണിക്കണമെങ്കിൽ എന്ത് വേണം? കുടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു എന്താ പറയാ, ആ കുടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ശരീരത്തില് ഏഹ്, എന്താ പറയാ, ഒരു ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട് മദ്യം. ആ ഊർജമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതേപോലെ ഒരു ഊർജം ഈ മീറ്റിങ്ങിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു കൃത്രിമമായിട്ട് നിൽക്കും. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് എന്റെ ആ, എന്റെ മനോഭാവമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതിൻ്റെ അകത്ത് വന്നിട്ട് എനിക്ക് സുഖപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസം, 100% വിശ്വസിക്കുക, എന്നിട്ട് അതിനെ ആസ്വദിക്കുക, എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ചില നെഗറ്റീവുകളൊക്കെ കണ്ട് അതിനെ വേണമെങ്കിൽ എനിക്കത് പറ്റില്ല, എന്താണ് അവരിങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞ് നെഗറ്റീവ് കണ്ടിട്ട് ഒഴിവായി പോന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരു കുഴപ്പം വരുന്നില്ല. ഈ നെഗറ്റീവ് കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് പറയണത്, കുടിക്കാൻ നമ്മൾ കാണിച്ചിരുന്ന ശുഷ്കാന്തി മീറ്റിങ്ങിൽ പങ്കെടുക്കാനും കാണിക്കേണ്ടതുണ്ട്. ഏത് മുഴുക്കുടിയനെയാണ്, അത് സ്ത്രീയായാലും പുരുഷനായാലും, ദൂരമോ കാലാവസ്ഥയോ രോഗമോ വ്യാപാരമോ അതിഥികളോ സാമ്പത്തിക ഞെരുക്കമോ സമയമോ മറ്റെന്തെങ്കിലുമോ അയാൾ ആഗ്രഹിക്കുന്ന കുടിയിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുള്ളത്. ഒരു കുടിയനെ പോലും, അയാൾ ആരായാൽ പോലും, കാലാവസ്ഥ ദൂരം കാരണം കുടിക്കാതിരുന്നിട്ടില്ല. ഒരുപാട് ദൂരത്ത് പോകണം എന്നുള്ളത് കുടിക്കാതിരുന്നില്ല. എനിക്കറിയാം, ഈ കൊറോണ കാലത്ത് ഭാരതപ്പുഴ നീന്തി കടന്ന ആളുണ്ട്. ഭാരതപ്പുഴ നീന്തി കടന്നു. അത് വളരെ രസകരമായ സാധനമാണ്. നിറഞ്ഞു കിടക്കുന്ന ഭാരതപ്പുഴയുടെ അക്കരെയുള്ള വീട്ടില് കുപ്പിയുണ്ട് എന്ന് പറഞ്ഞ് അത് വാങ്ങാൻ പോയത് ഭാരതപ്പുഴ നീന്തി കടന്നില്ല. അപ്പൊ അങ്ങനെ ദൂരം ഒന്നൊരു വിഷയമല്ല, കാലാവസ്ഥ പ്രശ്നമല്ല, രോഗം പ്രശ്നമല്ല, വ്യാപാരം പ്രശ്നമല്ല, വീട്ടിലെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രശ്നമല്ല, സാമ്പത്തിക പ്രയാസം ഉണ്ടെന്ന് പ്രശ്നമല്ല, സമയമില്ല എന്നുള്ളത് പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രശ്നവും അയാളെ കുടിയിൽ നിന്ന് അയാളെ മാറ്റി നിർത്തിയിട്ടില്ല. നമ്മൾക്ക് യഥാർത്ഥത്തിൽ സുബോധം പ്രാപിക്കണമെങ്കിൽ മറ്റൊന്നും നമ്മളെ മീറ്റിംഗിൽ നിന്ന് മാറ്റി നിർത്താൻ അനുവദിക്കരുത്. അപ്പൊ കുടിക്കാൻ പോണ സമയത്ത് ഒന്നും തടസ്സമല്ലാതിരുന്ന നമ്മൾക്ക് ഈ കുടിക്കാതിരിക്കാനുള്ള ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു സ്ഥലമായ മീറ്റിങ്ങിലേക്ക് പോവാതിരിക്കാനും തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഏത് തടസ്സം വന്നാലും പോകാൻ നമ്മൾ റെഡി ആവണം. കാരണം ഇത് ബോധപൂർവം ചെയ്യേണ്ടതാണ്, മറ്റത് ബോധപൂർവം ചെയ്യേണ്ട. കുടിക്കാൻ പോകുന്നത് ആരും ബോധപൂർവമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സ്വിച്ച് ഇട്ട പോലെ അങ്ങനെ ആണ് നമ്മള് മദ്യം കിട്ടുന്ന സ്ഥലത്ത് എത്തിപ്പെടും. അത് പ്രത്യേകിച്ച് സ്ട്രെയിൻ ചെയ്യല്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പോവാം. പക്ഷെ ഇവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഞാൻ മീറ്റിങ്ങിൽ പോകണം എന്ന് പറഞ്ഞ് ബോധപൂർവം പോവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ കുടിക്കാൻ പോകുന്നതും കുടിക്കാതിരിക്കാൻ മീറ്റിങ്ങിൽ പോകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. അത് മാറിയിട്ട് ബോധപൂർവം, അല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇന്ന് ഞായറാഴ്ച ആണല്ലോ, 5 മണിയായി, മീറ്റിങ്ങിൽ പോകാൻ സമയമായി എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് തയ്യാറായി മീറ്റിങ്ങിലേക്ക് പോകുന്ന തരത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കുടിക്കാനുള്ള പ്രലോഭനം തോന്നുമ്പോൾ മാത്രം പങ്കെടുക്കാനുള്ളതല്ല മീറ്റിംഗ്. ആ ഇന്ന് എനിക്ക് മീറ്റിംഗിൽ പോകണം, എനിക്ക് കുടിക്കാൻ വല്ലാത്തൊരു ടെൻഡൻസി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പോകേണ്ട ഒരു സാധനമല്ല. അതായത് കുടിക്കാനുള്ള തോന്നല് വരുമ്പോൾ മാത്രം പോകേണ്ട ഒരു സ്ഥലമല്ല, മറിച്ച് ഈ തോന്നല് വരാതിരിക്കാനുള്ള എന്താ പറയാ, മാനസിക മാറ്റം സംഭവിക്കാനുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്.
എനിക്ക് ഇന്ന് ഒരു പ്രശ്നമില്ല. ഞാൻ പല ആൾക്കാരോടും കണ്ടിട്ടുണ്ട് ഈ AI മീറ്റിംഗിൽ പുതുതായി നമ്മൾ വരുന്ന ഇപ്പൊ ചികിത്സയൊക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ AI മീറ്റിംഗിൽ വരും. അങ്ങനെ വന്ന് ഒരു മൂന്നാലഞ്ച് ആഴ്ചയൊക്കെ അവര് സജീവമായിട്ടുണ്ടാവും. പിന്നെ അവരെ കാണൂല. പിന്നെ അവരെ വിളിച്ച് നോക്കുമ്പോൾ അവർ പറയും, ഓ എനിക്കിപ്പോ തോന്നുന്നില്ല കുടിക്കാനൊന്നും, എനിക്കിപ്പോ കുടിക്കാനൊന്നും തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഈ കുടിക്കാൻ തോന്നുമ്പോൾ മാത്രം പോവേണ്ട ഒരു സ്ഥലമല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുടിക്കാനുള്ള പ്രലോഭനം തോന്നുമ്പോൾ മാത്രം പങ്കെടുക്കാനുള്ളതല്ല AI മീറ്റിങ്ങുകൾ. കുടിക്കാനുള്ള ചിന്ത പോലും ഇല്ലാതിരിക്കുകയും നമ്മൾ സന്തുഷ്ടരായിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിൽ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അവയിൽ നിന്ന് മിക്കപ്പോഴും കൂടുതൽ ഫലം ലഭിക്കും. കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഈ ഈ സമയത്താണ്. അതായത് നമ്മൾ ഇതിനെ എൻജോയ് ചെയ്യുകയും കുടിക്കണമെന്നുള്ള ഒരു തോന്നലില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരാനുള്ള സാധ്യത കൂടുതൽ. മറ്റത് ഈ കുടിക്കാതിരിക്കാനാണ് ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് എന്ന ഒരു ചിന്ത ഉള്ള ആൾക്കാർക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു മാസം കുടിച്ചിട്ടില്ല എന്ന തോന്നൽ വരുമ്പോൾ പിന്നെ പോവാതിരിക്കും. ശരിക്കും തിരിച്ചാണ് വേണ്ടത്. ഒരു മീറ്റിങ്ങിൽ നിന്ന് ഉടൻ തന്നെ പൂർണ്ണമായ സംതൃപ്തി നൽകുന്ന ഒന്നും ലഭിച്ചില്ലെങ്കിൽ തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിനേക്കാൾ മെച്ചമാണ് പങ്കെടുക്കുന്നത്. അതും വേറെ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു മീറ്റിങ്ങിൽ പോയിട്ട് എനിക്ക് അവിടെ ഒരു സുഖം ലഭിച്ചില്ല. അപ്പൊ മീറ്റിങ്ങിൽ പോയിട്ട് സുഖം ലഭിക്കാത്തതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? 100% ഉറപ്പാണ് മീറ്റിങ്ങിൽ പോയിട്ട് അത് രസമുള്ള മീറ്റിംഗ് അല്ലായിരുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമാണ്. കാരണം മീറ്റിംഗ് അല്ല പ്രശ്നം, ആ മീറ്റിങ്ങിനെ ഞാൻ കണ്ട രീതിയാണ് പ്രശ്നം. ഞാൻ കാണുന്നത് അവിടെയുള്ള ആൾക്കാരെല്ലാം നല്ലവരാണെന്നും അവരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാൻ പോകുന്നതെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും മോശമായിട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി ഞാൻ ഒരു വെറുപ്പ് സമ്പാദിച്ച് തിരിച്ചു വരും. മറ്റുള്ള ആൾക്കാരെല്ലാം നല്ലവരാണ്, ഒരു സാധ്യതയുമില്ല അങ്ങനെ വരാൻ. അവിടെ വരുന്ന ആൾക്കാരെല്ലാം മദ്യാസക്ത രോഗികളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പ്രത്യേക തരത്തിലുള്ള സ്വഭാവക്കാരാണ്. ആ ഒരു ചിന്തയോട് കൂടിയാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് അവരുടെ സ്വഭാവം നോക്കി അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ പോവാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടം എനിക്ക് തന്നെയാണുള്ളത്. അതുകൊണ്ട് എന്താണ് അങ്ങനെ അവിടുന്ന് ഒന്നും കിട്ടുന്നില്ല, ഒക്കെ നെഗറ്റീവ് ആണെങ്കിൽ തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിനേക്കാൾ മെച്ചമാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഞാൻ എന്ത് കാണണം, എന്ത് കേൾക്കണം, ഞാൻ എന്ത് ഷെയർ ചെയ്യണം, എന്തിനാണ് എന്ന് അറിയുന്ന ഒരാൾക്ക് വളരെ മെച്ചമായിരിക്കും. അത് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ല, അത് രണ്ടാം ഭാഗമാണ്. എനിക്ക് വേണ്ടിയാണ് പങ്കെടുക്കുന്നത്. മാറേണ്ടത് ഞാനാണ്, മാറ്റേണ്ടത് എന്റെ ക്യാരക്ടറാണ്. എനിക്ക് അതിന് കൂടിയിരിക്കാൻ ഒരു സ്ഥലം വേണം, എനിക്ക് എന്റെ പ്രയാസങ്ങൾ പറയാൻ ഒരാൾ വേണം, കേൾക്കാനോ കുറച്ച് ആൾക്കാർ വേണം എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് പോകുന്നതെങ്കിൽ, എന്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആസ്വദിച്ചു പോകാൻ പറ്റും. അതേസമയം മറ്റുള്ള ആൾക്കാരൊക്കെ നല്ലവരാണ് എന്ന് വിചാരിച്ച് ആണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്റെ കുടിയിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ എനിക്ക് കിട്ടേണ്ട കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. മീറ്റിങ്ങുകളുടെ ഈ പരമ പ്രാധാന്യം കണക്കിലെടുത്ത് ഞങ്ങളുടെ സ്ഥലത്ത് നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളുടെയും ഒരു പട്ടിക ഞങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഡയറക്ടറി ഞങ്ങൾ കൈവശം വെക്കുന്നു. ലോകത്തെവിടെയുമുള്ള മീറ്റിങ്ങുകളുടെയും അംഗങ്ങളുടെയും വിവരങ്ങൾ കണ്ടെത്താൻ അത് ഞങ്ങളെ സഹായിക്കുന്നു. ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ഈ ഗ്രൂപ്പിൽ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ അവരുടെ സ്ഥലത്ത് മീറ്റിങ്ങുകൾ ഉള്ളതാണെങ്കിൽ അവർ പങ്കെടുക്കുന്നുണ്ടാവും. അങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലാത്ത ആൾക്കാർ ഇതുപോലെയുള്ള ഓൺലൈൻ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നുണ്ടാവും.
ഓൺലൈൻ മീറ്റിംഗ് തന്നെ ആഴ്ചയിൽ ഒരു ദിവസവും 2 ദിവസവും അല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആസ്വദിച്ചാൽ മാത്രമേ നമ്മളിൽ മാറ്റങ്ങൾ വരുള്ളൂ. നമ്മളിൽ മാറ്റങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ. അതല്ല, ആ കുടി നിർത്തിയ അതേ മനുഷ്യൻ അതേപോലെ ആണ് പോകുന്നതെങ്കിൽ അയാൾക്ക് അടുത്ത ഒരു കുടി തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് പങ്കെടുക്കാതിരിക്കാൻ ചില കാരണം എന്ന് പറയുന്നത് ഗുരുതരമായ രോഗമോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമോ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് തികച്ചും അസാധ്യമാക്കുകയാണെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് പകരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. അങ്ങനെ പങ്കെടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യണം? ഉത്തരധ്രുവത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലെ ചീറിയടിക്കുന്ന മഞ്ഞു നിറഞ്ഞ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ, എന്തിനും ഭൂമി കുലുക്കമോ അല്ലെങ്കിൽ 100-ലധികം നാഴികൾ സഞ്ചരിച്ച് മീറ്റിംഗിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് അംഗങ്ങളെ തടയാൻ പര്യാപ്തമായിട്ടില്ല എന്ന് പറഞ്ഞു. അതായത് മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒരാള് ശക്തമായി തീരുമാനിച്ചാൽ ഒരു തടസ്സവും അയാളെ ബാധിക്കുന്നില്ല. എത്ര ദൂരവും പോകണം. ഈ വരുന്ന 9-ാം തീയതിയും 10-ാം തീയതിയും കൊല്ലത്ത് കൺവെൻഷൻ ഉണ്ട്, ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ദൂരം പോകണം എന്നുള്ള ചിന്ത ആദ്യം വരുന്നുണ്ടെങ്കിലും മീറ്റിംഗിലായതുകൊണ്ട് തന്നെ പങ്കെടുക്കാൻ നിർബന്ധിതമാണ് നമുക്ക് ഒരു മോട്ടിവേഷൻ. അപ്പൊ അത്രയും പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഓപ്പണിംഗ് വിഷയം തന്നെ അവതരിപ്പിക്കാൻ എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഇൻട്രസ്റ്റ് എടുത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് തടസ്സങ്ങളൊന്നും നമ്മൾക്ക് ബാധകമാവില്ല എന്നുള്ളത്. അംഗങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ ചെന്നെത്താനുള്ളപ്പോൾ അവർ കാറോ ബസ്സോ ഭൂഗർഭ റെയിൽവേയോ ഉപയോഗിക്കുന്നത്ര സ്വാഭാവികമായി കൊതുമ്പ് വള്ളവും ഒട്ടകവും ഹെലികോപ്റ്ററും ജീപ്പും ട്രക്കും ഹിമപാളികളിൽ സഞ്ചരിക്കുന്ന വണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും മീറ്റിംഗിൽ എത്തിച്ചേരും. അതായത് റിസ്ക് എടുത്തിട്ടായാലും മീറ്റിംഗിൽ പങ്കെടുക്കാൻ പല ആൾക്കാരും തിടുക്കം കാട്ടുന്നത് മദ്യപിക്കാതിരിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മൂലമാണ്. തടസ്സങ്ങൾ ഉണ്ടാവും, ധാരാളം തടസ്സങ്ങൾ ഉണ്ടാവും. എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഞാനിപ്പോ 22 വർഷം ആവാൻ പോവാണ്. പക്ഷെ ഞാൻ ഫിസിക്കൽ മീറ്റിങ്ങിൽ ആഴ്ചയിൽ 2-3 ഫിസിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുക്കും. കൂടാതെ എവിടെയെങ്കിലും ആരെങ്കിലും സ്പീക്കർ മീറ്റിങ്ങിനൊക്കെ വിളിച്ചാൽ പോകും. 3ഓളം ഓൺലൈൻ മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് കയറുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് എല്ലാ ദിവസവും 1 മണിക്കൂർ നേരമെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും പോലെ എനിക്കും നമുക്കൊക്കെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രതിസന്ധി ആവുമല്ലോ. ആ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എനർജി ആവശ്യമുണ്ട്. ഈ എക്സ്ട്രാ എനർജി തരുന്നത് കൂട്ടായ്മയിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അവിടെ നിന്ന് കിട്ടുന്ന ചില ആശയങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നുള്ള കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാം. എനിക്ക് അത് ഉത്തമ ബോധ്യമായിട്ടുള്ളതുമാണ്. അതുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കാൻ അസാധ്യമായ സാഹചര്യത്തിൽ പകരമായി ഞങ്ങൾ ടെലിഫോണിലൂടെയോ ഫാം റേഡിയോയിലൂടെയോ എയിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുന്നു. നമ്മളാണെങ്കിൽ ഇപ്പോൾ അത് ഓൺലൈൻ മീറ്റിംഗിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യം വായിച്ച് ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തനിയെ ഒരു കൂട്ടായ്മ നടത്തും. ഇവിടെ പറയുന്ന മനസ്സിന്റെ ഉള്ളിൽ നടത്തുന്ന ഒരു കൂട്ടായ്മ. മീറ്റിംഗ് ഒരു പെരിഫറൽ ഒരു പുറമോട് ഇതായിട്ടല്ല, അത് നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ട സാധനമാണെന്നത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. 100 കണക്കിന് ഏകാകികളായ അംഗങ്ങൾക്കും സ്വന്തം സ്ഥലത്ത് നിന്ന് വളരെ അകലെ സേവനം ചെയ്യുന്ന സൈനികരെ പോലെയുള്ളവർ കൂടാതെ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന അന്തർദേശീയ അംഗങ്ങൾക്കും യുടെ മുഖ്യധാരയുമായി ചേർന്ന് നിൽക്കാൻ സഹായകരമായ
പ്രത്യേകം സേവനങ്ങൾ ജനറൽ സർവീസ് ഓഫീസ് ഓഫ് എ സൗജന്യമായി നൽകുന്നുണ്ട്. ഇത് ഈ പുസ്തകം എഴുതുന്ന കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇങ്ങനെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കുള്ള ചില ചെറിയ ചെറിയ പരിപാടികളൊക്കെ അന്നും ഈ ജനറൽ സർവീസ് ഓഫീസ് ചെയ്തിരുന്നു. സാധാരണ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കിടയിലെ സമയത്ത് ഉപയോഗിക്കാൻ വാർത്താപത്രികകളും അവർക്ക് പരസ്പരം ബന്ധപ്പെടാൻ ആവശ്യമായ മേൽവിലാസങ്ങളുടെ ലിസ്റ്റും ഒക്കെ ലഭിക്കും. അന്ന് പണ്ട് ഈ ടെലിഫോൺ ഇല്ലാതിരുന്ന കാലത്ത്, സാർവത്രികമാവാതിരുന്ന കാലത്ത് കത്തുകളൊക്കെ അയച്ച് ഈ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും സമീപത്തെങ്ങും പങ്കെടുക്കാൻ ഒരേ ഗ്രൂപ്പും ഇല്ലാതെ വരുമ്പോൾ നിരവധി വ്യക്തികൾ മെച്ചപ്പെട്ട ഒരു കാര്യം സ്വന്തമായി ചെയ്യുന്നു. അവിടെ അവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഈ ഗ്രൂപ്പുകൾ വളർന്ന് വളർന്ന് വളർന്നു വന്നത്. എന്നും ആ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതിന് പകരം 4-5 പേര് ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അവര് ചേർന്ന് ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ എന്താ എന്ന ഒരു ചോദ്യം വരുന്നു. അതോടുകൂടി ആ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു. ആ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നതോടെ ആ പ്രദേശത്തുള്ള ഒരുപാട് പേര് ആ ഗ്രൂപ്പിലേക്ക് വരാനിടയാവുന്നു. അങ്ങനെ വികസിച്ചാണ് ഇന്ന് ഈ 190-200ഓളം രാജ്യങ്ങളിലായി ഈ കൂട്ടായ്മ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ആദ്യം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക, നിർബന്ധമായും വേണമെന്നില്ല എന്നാണ് പറഞ്ഞു തുടങ്ങി. പിന്നെ പറഞ്ഞു വന്നത് ഈ മീറ്റിങ്ങിലൂടെ പോയി വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച തരത്തില് ഈ പറഞ്ഞ മാരകമായ മദ്യാസക്ത രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ മീറ്റിങ്ങിലൂടെ മാത്രമേ നമുക്കൊരു പേഴ്സണാലിറ്റി ചേഞ്ച് രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. ആസ്പിൽ സിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നതാണ് പേഴ്സണാലിറ്റി ചേഞ്ച്. ഒരു പേഴ്സണാലിറ്റി ഒരു എന്താ പറയുക, വ്യക്തിത്വത്തിലുള്ള ഒരു മാറ്റം. ഈ മാറ്റം മദ്യപിച്ചുകൊണ്ട് നടന്ന നമ്മളല്ല, മദ്യപിക്കാതെ നടക്കുന്ന നമ്മൾ. കുടിക്കാതെ നടക്കുന്ന മദ്യാസക്തനെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് കുടിക്കുന്നില്ല, പക്ഷെ അയാളൊരു മദ്യാസക്തന്റെ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഡ്രൈ ഡ്രിങ്കർ എന്നൊക്കെ പറയുന്ന തരത്തില് ആ കുടിക്കുന്നില്ല എന്ന് മാത്രം, പക്ഷെ എല്ലാ സ്വഭാവവും കുടിയന്റെ സ്വഭാവം. ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്ന ഒരാള് കുടിക്കാതിരിക്കുക മാത്രമല്ല, കുടിക്കാതിരിക്കുന്ന ആളെ പോലെ പെരുമാറുകയും ചെയ്യും. അപ്പൊ അത് വരണമെങ്കിൽ അയാളിൽ ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് എത്ര ദൂരം എങ്ങനെ ത്യാഗം സഹിച്ചും മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഈ പറഞ്ഞ മീറ്റിംഗ് ആസ്വദിക്കുന്നവർക്ക് സാധിക്കും. അപ്പൊ മീറ്റിങ്ങിനെ ആസ്വാദന തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്ത ഒരു പോയിന്റ് പറയുന്നത് പണത്തിന്റെ കാര്യമാണ്. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതകരമായ ഒരു സംഭവമാണ് പണം. എവിടെ പോണെങ്കിലും നമുക്ക് പണം ആവശ്യം. മദ്യാസക്തി വളരെ വിലപിടിപ്പുള്ളതാണ്. മദ്യപിക്കുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ തയ്യാറായിട്ടുള്ളത് മദ്യപിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അംഗത്വത്തിന് ഫീസോ മറ്റു ബാധ്യതകളോ ഇല്ലെങ്കിലും മദ്യശാലകൾക്കും വിളമ്പുകാർക്കും വളരെ ഭീമമായ ഒരു ഫീസ് നൽകിയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത്. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചത് ബാറിലാണ്. ഇവിടെ ഫീസൊന്നും കൊടുക്കേണ്ടതില്ല, പക്ഷെ അതിന്റെ ഫീസൊക്കെ അപ്പറേ അടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ വരാനുള്ള യോഗ്യത ഉണ്ടായി. മീറ്റിംഗിൽ വരണമെങ്കിൽ ഒരു യോഗ്യത ചുരുങ്ങിയത് നന്നായി മദ്യപിച്ചിരിക്കണം. മദ്യാസക്ത രോഗിയാണെന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ് മിക്കവാറും ഇതിനകത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ നിരവധി വർഷക്കാലം ബാറുകളിലും ലിക്കർ ഷോപ്പുകളിലും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചാൽ മാത്രമേ ഇതിനകത്ത് വരികയുള്ളൂ. അതുകൊണ്ട് എത്തുമ്പോൾ നമ്മളിൽ മിക്കവരും വൻ കടബാധ്യതയുള്ളവരല്ലെങ്കിൽ നിർധനരെങ്കിലും ആയിരിക്കും. അന്നന്നത്തെ പൈസ അന്നന്ന് ചെലവഴിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായിരുന്നത്. ഞാനൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ആളായിരുന്നു. പക്ഷെ ശമ്പളം വാങ്ങിക്കുമ്പോഴും ഓരോ ദിവസം മദ്യപിക്കുമ്പോൾ കണക്ക് കൂട്ടി നോക്കും. ഈ ശമ്പളത്തെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഡിവൈഡ് ചെയ്ത പണത്തിന് തുല്യമായ രീതിയിലാണ് മദ്യപാനം നടത്തിക്കൊണ്ടിരുന്നത്.
അപ്പൊ ടോട്ടലി ദിവസ വരുമാനക്കാരനെ പോലെയാണ്. എന്നിട്ട് ശമ്പളം കിട്ടുമ്പോൾ ആ ആ, അതിനനുസരിച്ച് അതിങ്ങനെ ചെലവഴിച്ച് ടോട്ടലി നോക്കുമ്പോൾ ഒന്നും ബാക്കിയില്ലാത്തൊരവസ്ഥയാണ് സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത്രയും പണം ഈ മദ്യപാനത്തിന് വേണ്ടി മുടക്കിയ ആൾക്ക് മീറ്റിംഗിൽ വരാൻ വേണ്ടിയിട്ട് വേറെ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ഒന്നും നൽകേണ്ടതില്ല. എ- ആ ഡെപ്പോസിറ്റ് അവിടെ നൽകി കഴിഞ്ഞതാണ്. എത്രയും വേഗത്തിൽ ജീവസന്ധാരണത്തിനുള്ള വക സ്വയം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും മെച്ചമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. വീണിരിക്കുന്ന വാരിക്കുഴിയിൽ നിന്ന് കരകയറാൻ നമ്മൾ ആത്മാർത്ഥവും സുസ്ഥിരവുമായ ശ്രമം നടത്തുന്നു എന്ന് കാണുന്ന കടക്കാർ നമ്മൾ തിരികെ നൽകുന്ന ഏറ്റവും ചെറിയ തവണകൾ പോലും മിക്കവാറും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും നമ്മളോട് സഹകരിക്കുകയും ചെയ്യും. ഈ വലിയ കടക്കണിയിൽപ്പെട്ട മദ്യാസക്തരെ സംബന്ധിച്ചിടത്തോളം അവര് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കടക്കാര് ഈ മദ്യാസക്തനെ വന്ന് ബുദ്ധിമുട്ടിക്കില്ല. കാരണം ഇയാളെ കുടിക്കാതിരിക്കുന്നുണ്ട്, എന്നെങ്കിലും ആ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിശ്വാസത്താൽ അവർ ബുദ്ധിമുട്ടിക്കാതെ പോകുന്ന എത്രയോ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെട്ടെന്ന് മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് വലിയ കടമുണ്ടെന്നും പറഞ്ഞ് ബേജാറായി നടക്കേണ്ട കാര്യമില്ല. മിക്കവാറും ഈ കട വാങ്ങിച്ച ആൾക്കാരൊക്കെ, കടം തന്ന ആൾക്കാരൊക്കെ മദ്യപിക്കാതിരിക്കുന്ന ഒരൊറ്റ കാഴ്ച കാണുമ്പോൾ തന്നെ അവരിൽ പ്രതീക്ഷ ഉണ്ടാവുകയും അവര് നമ്മളോട് നല്ല പോലെ പെരുമാറുകയും ചെയ്യും. കുറച്ചെന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ബാക്കി ഞാൻ പിന്നീട് തരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കടം ഒരു പ്രശ്നമല്ല എന്ന് വെച്ച് കടം വീട്ടണ്ടെന്നല്ല, അത് ഒറ്റയടിക്ക് വീട്ടേണ്ട കാര്യമില്ല. അതിന് സാവകാശം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുപോലെ ആഹാരത്തിനും വസ്ത്രത്തിനും താമസത്തിനുമുള്ള സ്വാഭാവികമായ ചെലവുകൾ കൂടാതെ മറ്റൊരു വിധത്തിലുള്ള പണച്ചെലവ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആദ്യത്തെ മദ്യമുക്ത ദിനങ്ങളിൽ എന്തായാലും വളരെ മൂല്യവത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഞങ്ങളിൽ ഒരാളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏതായാലും വലിയ പണച്ചെലവില്ലാത്ത ഒരു പ്രോഗ്രാമാണ് ഈ ആൽക്കഹോളിസം അനോണിമസ് മീറ്റിംഗ്. ഇവിടെ ആകെ ഞാൻ കുടിക്കുന്ന ചായയുടെ പൈസ മാത്രമാണ്. അവിടെ വരുന്ന പൊതുമക്കാർക്ക് കൊടുക്കാനുള്ള ലഘുലേഖ വാങ്ങാനുള്ള പൈസ. അപ്പൊ അതെന്തായാലും ഒരു ചെറിയ തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ തുക കൊണ്ട് അവിടെയുള്ള വാടക കൊടുക്കണമെങ്കിൽ വാടക കൊടുക്കാനും ചായ കുടിക്കാനും ലഘുലേഖകൾ വാങ്ങാനും ഒക്കെ ഉള്ളൊരു പണമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ചെലവ് വരും. എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള പണം മാത്രമേ ഞാൻ അവിടെ കൊടുക്കൂ. അതുകൊണ്ട് ഒരു പണച്ചെലവില്ലാത്ത ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ആകെ ചെലവഴിക്കുന്നത് സമയം മാത്രമാണ്. ഈ സമയം മുമ്പ് നമ്മൾ മദ്യപാനത്തിന് വേണ്ടി ഇതിന്റെ എത്രയോ ഇരട്ടി സമയം ചെലവഴിച്ചത്. ആസ്വദിക്കാൻ വേണ്ടിയാണ് കുടിച്ചിരുന്നെങ്കിലും ആദ്യകാലത്തുള്ള ആസ്വാദനം കഴിഞ്ഞ് പിന്നീട് ആസ്വാദന ലെവല് ഒന്നും ഇല്ലാണ്ടായി പോയ ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിന് പുതിയൊരു അർത്ഥതലം കണ്ടെത്തും. അത് തന്നെയാണ് അവസാനം നമുക്ക് ഈ വാഗ്ദാനങ്ങളിൽ പറയുന്നത്. നമുക്ക് പുതിയ ഒരു തലത്തിൽ എത്തിച്ചേരും. ദൈവം നമുക്കായി പലതും ചെയ്തു തരുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടാൻ തോന്നും. ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന തോന്നലൊക്കെ വിട്ടകന്നിട്ട് ഞാനൊരു ആവശ്യ വസ്തുവായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുക. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടുന്നതും ഞാൻ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുക. വീട്ടിലുള്ള ഞാൻ കൂട്ടായ്മയിൽ പോവാത്ത ഒരാളാണെങ്കിൽ പോകുന്ന ഒരാളും തമ്മിൽ വീട്ടുകാർക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. സ്ഥിരമായി മീറ്റിങ്ങിൽ പോകുന്ന ഒരു മദ്യാസക്തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അയാൾ കുടിക്കില്ല എന്ന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാവും. എന്നാലും ഈ സ്ഥിരമായി മീറ്റിങ്ങിൽ പോവാത്ത ഒരാള് ഒരു വഴിയിൽ പോയി അല്പനേരം താമസിച്ചു എങ്കിൽ അപ്പൊ തന്നെ സംശയം തോന്നാൻ തുടങ്ങും. എന്നാൽ കൂട്ടായ്മയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് ഇതേപോലെ പോയിട്ട് താമസിച്ചു വന്നാൽ ഈ വീട്ടുകാർക്ക് ഭയപ്പാടുണ്ടാകും. കാരണം അയാള് ഇപ്പോഴും മീറ്റിങ്ങിൽ പോകുന്ന ആളാണ്. മീറ്റിംഗ് പോവാത്ത ഒരാളാണെങ്കിൽ അയാൾ പോയിട്ട് ഇനി ഗാനം കുടിച്ചു പോയോ എന്ന് സംശയം തോന്നാൻ. അപ്പോ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗം. കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ
അയാൾ ഇനി കുടിക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സംഗതി കൂടിയാണ് സ്ഥിരമായി മീറ്റിങ്ങിൽ പോവുക. അപ്പൊ അതുകൊണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ഒറ്റയടിക്ക് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പോകണമെന്ന് ചോദിക്കുമ്പോൾ പോകണമെന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിൽ പോലും അവസാനം എത്തിച്ചേർന്നത് എത്ര മീറ്റിങ്ങിൽ പോകാൻ പറ്റുമോ അത്രയും മീറ്റിങ്ങിൽ പോയാൽ അത്രയും ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതാണ് അത്രയും ഭാഗത്ത് പറയുന്നത്. ഇനി ഉള്ളത് 12 പടികൾ ശീലിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും സമയം 10:49 അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ദിവസം എടുക്കാനുള്ളത് കൊണ്ട് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നല്ല പങ്കുവെക്കലുകൾ ആവാം. അതായത് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആവശ്യം, അപ്പൊ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ എങ്ങനെ പങ്കെടുക്കണം, മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ പങ്കെടുക്കണം, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചു. മീറ്റിംഗിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ഞാൻ ഷെയർ ചെയ്യണം, എങ്ങനെ ഷെയറിങ് കേൾക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഒരു ധാരണ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ ഒരു പരിപൂർണമായ ഫലം ലഭിക്കില്ല. മീറ്റിങ്ങിൽ പോയി എന്തിന് എങ്ങനെ ഇരിക്കണം. ചില ആൾക്കാര് മീറ്റിങ്ങിന് വന്നേ പാടെ മൊബൈൽ ഓൺ ചെയ്ത് പുറകിൽ ഇരുന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കാണാം. എന്നിട്ട് അയാളെ ഷെയർ ചെയ്യാൻ വരുമ്പോൾ അയാളുടെ ഭാഗം ഷെയർ ചെയ്യുന്നു. അപ്പൊ അയാൾ വിചാരിച്ചിരിക്കുന്നത് അയാൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് മീറ്റിങ്ങിൽ വന്നിരിക്കുന്നത്. കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഞാനിതെന്നോ കേട്ട് പഠിച്ചതാണ്, എനിക്കറിയാം എന്താണ് അപ്പൊ പഠിക്കാൻ വേണ്ടിയാണ് കേൾക്കുന്നതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കേൾക്കാതിരിക്കുന്നത്. അപ്പൊ ഏതായാലും നല്ല ഷെയറിങ്ങുകൾ പ്രതീക്ഷിക്കുന്നു. മീറ്റിങ്ങുകൾ എങ്ങനെ നമ്മളെ വളർത്തി, മീറ്റിംഗ് ഇല്ലെങ്കിൽ നമ്മുടെ വളർച്ച എങ്ങനെ തടഞ്ഞു, ഈ കാര്യത്തിലൊക്കെ ഷെയർ ചെയ്താൽ കൊള്ളാൻ തോന്നുന്നു. എന്തായാലും ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നല്ല പങ്കുവയ്ക്കൽ പ്രതീക്ഷിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു മാഷേ, താങ്ക് യു.